Hello friends, welcome to KTET Physics Academy. നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കായിട്ട് വന്നേക്കാണ്. സൈക്കോളജിയിലെ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഓർ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പോർഷൻ ടൂൾസ് ആൻഡ്. അപ്പോൾ ഇതിൻ്റെ മുൻപിലുള്ള ക്ലാസ്സുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പ്ലേലിസ്റ്റിലേക്ക് വരിക. പ്ലേലിസ്റ്റ് വന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് സൈക്കോളജിയുടെ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ അതിൽ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിലേക്ക് വരിക. പ്ലേലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിന് മുമ്പ് എടുത്തിട്ടുള്ള ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്നും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം എക്സ്പെരിമെൻ്റൽ മെത്തേഡ് ഓർ സയൻറ്റിഫിക് മെത്തേഡിലേക്ക് വരാം. ഇത് KTET കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, KTET സെറ്റ്, നെറ്റ്, ജനറൽ പേപ്പർ എന്നിവയ്ക്കെല്ലാം ഉപകാരപ്രദമായ പോർഷനാണ്. ഇപ്പം എല്ലാവർക്കും കൂടി ഉപയോഗിക്കാവുന്ന ലെവലിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. കാറ്റഗറി 3 KTETും KTETും ഒന്നാണെങ്കിലും KTETന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്നില്ലെങ്കിൽ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ആയിരിക്കും. KTETനെ പ്രിപ്പയർ ചെയ്യുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ നിങ്ങളത് ഇംഗ്ലീഷിലും കൂടി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്കല്ല എല്ലാ ബ്രാഞ്ചുകാർക്കും ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ നോട്ടുകൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യമായി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ മെത്തേഡിൻ്റെ ഒരു ഉപയോഗം സൈക്കോളജിയിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് വൂണ്ട് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ്, ജർമ്മൻ സയൻറ്റിസ്റ്റാണ് കൊണ്ടുവന്നത്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു സൈക്കോളജിക്കൽ ലബോറട്ടറി 1879 ലെപ്സിംഗ് എന്ന് പറയുന്ന ജർമ്മനിയിലുള്ള ഒരു സ്ഥലത്ത് ആരംഭിച്ചത്. പലവട്ടം KTET എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സെറ്റ് എക്സാമിനും ഈ ക്വസ്റ്റ്യൻസ് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ലെപ്സിംഗ് എന്ന പേര് 1879 ഓർത്തിരിക്കുക. ജർമ്മൻകാരനായ വൂണ്ടറ്റാണ് സൈക്കോളജിക്കൽ ലബോറട്ടറിയാണ് ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് നോക്കുക. കൺസിഡേർഡ് ടു ബി മോസ്റ്റ് സയൻറ്റിഫിക് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡ് ഫോർ സ്റ്റഡിയിങ് ബിഹേവിയർ എന്നാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ നമുക്കറിയാം, സൈക്കോളജി എന്ന് പറയുകയാണെങ്കിൽ അതൊരു മെൻ്റൽ പ്രോസസ്സാണ്. അതുപോലെ തന്നെ എന്താണ് ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് എന്നെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സൈക്കോളജി അനുസരിച്ച് ഒരാളുടെ ബിഹേവിയർ പഠിക്കുവാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്. നമുക്ക് കൺസിഡേർഡ് ടു ബി മോസ്റ്റ് സയൻറ്റിഫിക് ആൻഡ് ഒബ്ജക്റ്റീവ് മെത്തേഡ് ഫോർ സ്റ്റഡിയിങ് ബിഹേവിയർ. ഇതും 1-2 വട്ടം എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മോസ്റ്റ് സയൻറ്റിഫിക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്. ഇനി എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു കോട്ട് ചാപ്പിൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഐഡിയ ഇതാണ്: എൻ എക്സ്പെരിമെൻറ്റ് ഈസ് എൻ ഒബ്സർവേഷൻ ആൻഡ് കൺട്രോൾഡ് കണ്ടീഷൻ. അപ്പോൾ തികച്ചും കൺട്രോളായിട്ടുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു തിയറിയാണ്, കണ്ടീഷനെയാണ് നമ്മൾ എന്താ പറയുക എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. സെറ്റ് എക്സാമിന് ഈ ഒരു കോട്ട് എടുത്ത് വന്നിട്ട് ആരാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകം പഠിച്ചു വയ്ക്കുക. ചാപ്പിൻ എക്സ്പെരിമെൻ്റ് ഈസ് എൻ ഒബ്സർവേഷൻ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്. ഇനി ഫെസ്റ്റിംഗർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റും എക്സ്പെരിമെൻ്റൽ മെത്തേഡിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്: ദ എസെൻസ് ഓഫ് എൻ എക്സ്പെരിമെൻറ്റ് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഒബ്സർവിംഗ് ദ ഇഫക്റ്റ് ഓൺ എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഓഫ് ദി മാനിപ്പുലേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്ന 2 കണ്ടീഷൻസ് ഉണ്ട്. അതെന്താണ് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ പറയും. 2 ടൈപ്പ് വേരിയബിൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഡിപ്പെൻഡൻറ്റ് വേരിയബിളും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും. ഈ കണ്ടീഷൻസ് ഉപയോഗിച്ച് കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പെർട്ടിക്കുലർ എക്സ്പെരിമെൻറ്റ് നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? റിസൾട്ടുകൾ കിട്ടുമെന്നാണ് ഈ പറയുന്നത്. നോക്കുക. ഇൻ ദിസ് മെത്തേഡ് ഓൾ കണ്ടീഷൻസ് ഓർ വേരിയബിൾ അഫക്റ്റിംഗ് ദ ബിഹേവിയർ ആർ ഹെൽഡ് കോൺസ്റ്റന്റ് ഓർ അൺചേഞ്ച്ഡ് ഓർ കൺട്രോൾ. ഓൺലി വൺ സിംഗിൾ സ്പെസിഫിക് കണ്ടീഷൻ ഈസ് ചേഞ്ച്ഡ്. അതായത് ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നു? ഒരു കാര്യം സ്റ്റഡി ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താക്കി മാറ്റുകയാണ് ചെയ്യുന്നത്? കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നു, അല്ലെങ്കിൽ അൺചേഞ്ച് ആക്കി നിർത്തുന്നു, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ദിസ് സ്പെസിഫിക് കണ്ടീഷൻ ഓർ വേരിയബിൾ ഈസ് കോൾഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ദി അതർ കണ്ടീഷൻസ് ഓർ വേരിയബിൾസ് ആർ കോൾഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന പേരിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ,
അടുത്ത് നോക്കാം ഇമ്പോർട്ടൻ്റ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ടെക്നിക്സ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ in educational psychology is the use of control group method. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ടെക്നിക് ഓർ എക്സ്പെരിമെൻറ്റേഷൻ ഇൻ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുകയാണെങ്കിൽ എന്താണത്? കൺട്രോൾഡ് ഗ്രൂപ്പ് മെത്തേഡ്. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പോർഷനാണ്, മനസ്സിലാക്കി വയ്ക്കുക. ഇനി എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓർ റിക്വയർമെൻറ്റ്സ് ഓഫ് അണ്ടർലൈനിങ് ദ എക്സ്പെരിമെൻ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് പഠിക്കാൻ വേണ്ട എസെൻഷ്യൽ ഫീച്ചേഴ്സ്, ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്. essential features or requirements underlying the experiment. ഒന്നാമത് ഇതാണ് സൈക്കോളജിക്കൽ ലബോറട്ടറി, എക്സ്പെരിമെന്റർ, സബ്ജക്റ്റ്, സ്റ്റിമുലസ്, റെസ്പോൺസ്, വേരിയബിൾ. 6 ഘടകങ്ങളാണ് വേണ്ടത്. ഒരു വട്ടം എക്സാമിന് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 3 വേരിയബിൾസ്, 3 ഘടകങ്ങൾ എന്ന് പറഞ്ഞു, ഒരു ഔട്ട് ഓഫ് പോർഷൻ തന്നു. എൻ്റെ ചോദിച്ചു ഇതിൽ ഏതാണ് എക്സ്പെരിമെന്റൽ മെത്തേഡിന് ആവശ്യമില്ലാത്ത പോർഷൻ. അപ്പോൾ അതേതാണെന്ന് കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 6 ഫീച്ചേഴ്സിനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പറയാം: സൈക്കോളജിക്കൽ ലബോറട്ടറി, എക്സ്പെരിമെന്റർ, സബ്ജക്റ്റ്, സ്റ്റിമുലസ്, റെസ്പോൺസ് ആൻഡ് വേരിയബിൾ. ഇനി വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അത് 3 ടൈപ്പാണുള്ളത്. സ്റ്റിമുലസ് വേരിയബിൾ ഉണ്ട്, ഓർഗാനിസ്മിക് വേരിയബിൾ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് റെസ്പോൺസ് വേരിയബിളും ഉണ്ട്. സ്റ്റിമുലസ് വേരിയബിൾ എന്ന് പറയുന്ന മറ്റൊരു പേരാണിത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന പേരിൽ പറയുന്നു. ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ സ്റ്റിമുലസ് വേരിയബിൾ എന്ന് പറയുന്നത് 4 ടൈപ്പാണുള്ളത്. എൻവയോൺമെന്റൽ വേരിയബിൾ, ഇൻസ്ട്രക്ഷണൽ വേരിയബിൾ, ടാസ്ക് വേരിയബിൾസ് ആൻഡ് സബ്ജക്റ്റ് വേരിയബിൾസ്. ഓർഗാനിസ്മിക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് ആണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഹാബിറ്റ്, സ്ട്രെങ്ത്, ഡ്രൈവ് സച്ച് ആസ് ഹങ്ങർ, ഇൻസെന്റീവ് ലൈക്ക് റിവാർഡ്, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. റെസ്പോൺസിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഡിപ്പെൻഡന്റ് വേരിയബിൾസ് എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുക. ഈ റെസ്പോൺസ് വേരിയബിൾസ് ക്യാൻ വേരി ഇൻ ദ ഫോളോയിങ് വേസ്. റെസ്പോൺസ് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്ന വഴികൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: ആക്യുറസി, സ്പീഡ് ഓർ ക്വിക്ക്നെസ്, പ്രോബബിലിറ്റി ഓർ ഫ്രീക്വൻസി, സ്ട്രെങ്ത് ഓർ എനർജി റെസ്പോൺസ്. സെക്കൻഡ് വൺ റെസ്പോൺസ് ലാറ്റൻസി. ഈ 5 പേരുകളും പഠിച്ചിരിക്കണം. അപ്പോൾ റെസ്പോൺസ് വേരിയബിൾസ് ക്യാൻ വേരി ഇൻ ദ ഫോളോയിങ് വേസ് ചോദിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കുക: ആക്യുറസി, സ്പീഡ് ഓർ ക്വിക്ക്നെസ്, പ്രോബബിലിറ്റി ഓർ ഫ്രീക്വൻസി, സ്ട്രെങ്ത് ഓർ എനർജി റെസ്പോൺസ് ആൻഡ് റെസ്പോൺസ് ലാറ്റൻസി എന്ന് പറയുന്ന 7 പോയിന്റ്. അടുത്തതായി അറിയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് പോയിന്റ് നോക്കുക: എനേബിൾ അസ് ടു സ്റ്റഡി ബിഹേവിയർ അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻ. അപ്പോൾ കൺട്രോൾഡ് കണ്ടീഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബിഹേവിയർ പഠിക്കുന്ന ടെക്നോളജീനെ പറയുന്ന പേരാണെന്ത്? ടെക്നോളജിയാണ് എന്ത് എന്ന് പറയുന്നത് സൈക്കോളജി എന്ന പേരിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സയന്റിഫിക് നേച്ചറാണ്. സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ്? സയന്റിഫിക് ആണ്. ക്യാൻ ബി റിപ്പീറ്റഡ് വിത്തൗട്ട് എനി ഡിഫിക്കൽട്ടി. ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. 4ാമത്തെ പോയിന്റ് റണ്ടമൈസേഷൻ. 5ാമത്തെ പോയിന്റ് റിസൾട്ട് ഓർ കൺക്ലൂഷൻസ് ബൈ ദിസ് മെത്തേഡ് ആർ റിലയബിൾ എന്നാണ് പറയുന്നത്. ഇനി ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്: എക്സ്പെരിമെന്റൽ മെത്തേഡിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അല്ലെങ്കിൽ ഹൈപ്പോത്തസിസിന് മുമ്പുള്ള സ്റ്റെപ്പ് എന്താണ്? ഹൈപ്പോത്തസിസ് കഴിഞ്ഞാൽ എന്താണ് സ്റ്റെപ്പ് വരെ? എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കാം, ഓർഡറിൽ പഠിക്കാം. സ്റ്റെപ്സ് ഓഫ് എക്സ്പെരിമെന്റൽ മെത്തേഡ്: statement of the problem, formulation of the hypothesis, designing the independent and dependent variable. The point, controlling the conditions of the experiment. 5th point, selection of experimental design. 6th point, analysis of the result. 7th point, verification and confirmation of the hypothesis. 7 പോയിന്റുകളും മോഡലിൽ പഠിച്ചു വയ്ക്കുക. എൻ്റെ മെറിറ്റ് നോക്കുക: മോസ്റ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക്, റിലയബിൾ, വാലിഡ്, എക്സാക്ട് സയൻസ്. ഇനി വുഡ്വർത്ത് എന്ന് പറയുന്ന സയന്റിസ്റ്റ് എക്സ്പെരിമെന്റിനെ ഡിഫൈൻ ചെയ്ത ഘടകം പഠിച്ചു വയ്ക്കുക: എക്സ്പെരിമെന്റ് ഹാസ് മെയ്ഡ് സൈക്കോളജിക്കലി ആൻഡ് എക്സാക്ട് സയൻസ്. അപ്പൊ നമ്മളിപ്പോൾ 3ാമത്തെ ഡെഫിനേഷനാണ് പഠിച്ചു വയ്ക്കുന്നത്. 3 ഡെഫിനേഷൻ ആരാണ് കണ്ടെത്തിയത് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്കറിയേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈക്കോളജിക്കൽ ആപ്ലിക്കേഷൻ ഒരു പോയിന്റ് കൂട്ടി ഓർത്തിരിക്കട്ടോ. യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. ഫൈൻഡിങ് ഓഫ് ദ എക്സ്പെരിമെന്റൽ മെത്തേഡ് ആർ ഓപ്പൺ ടു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ. allow maximum control over the phenomena under investigation. പിന്നെ നമുക്ക് എന്താ പറയുക? പ്രീ പ്ലാൻഡ് ആണ്.
ഇനി എക്സ്പെരിമെൻ്റൽ സൈക്കോളജി കൊണ്ട് എഡ്യൂക്കേഷനിൽ അതുകൊണ്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. ദാറ്റ് മീൻസ് യൂട്ടിലിറ്റി ഇൻ എഡ്യൂക്കേഷൻ എന്നാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഡിറ്റർമൈനിങ് ദ എയിം ഓഫ് എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ്റെ എയിം എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. ഫോർമേഷൻ ഓഫ് കരിക്കുലം ഫോം ചെയ്യാൻ പറ്റും. മെത്തേഡ് ഓഫ് ടീച്ചിങ്, ഏത് ടൈപ്പ് മെത്തേഡ് ടീച്ചിങ് ആണ് ഓരോ പ്രായത്തിലുമുള്ള കുട്ടികൾക്ക് ആപ്ലിക്കബിൾ എന്ന് കണ്ടെത്താൻ പറ്റും. ഫ്രെയിമിംഗ് ദി ടൈം ടേബിൾ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ടീച്ചർമാരെ റിക്രൂട്ട് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. മെഷറിംഗ് ദ അച്ചീവ്മെന്റ്സ് ഓഫ് ദ പീപ്പിൾ, കുട്ടികളുടെ അച്ചീവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് ഗൈഡൻസ് പ്രോഗ്രാം, പിന്നെ അതുപോലെ എന്താണ് ഗൈഡൻസ് പ്രോഗ്രാം, കുട്ടികളെ എങ്ങനെ ഗൈഡ് ചെയ്യണം എന്നുള്ളതും കൂടി മനസ്സിലാകാം. ഒന്നെങ്കിലും പറയാം, യൂട്ടിലിറ്റി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഡിറ്റർമൈനിങ് ദി എയിം ഓഫ് എഡ്യൂക്കേഷൻ, ഫോർമേഷൻ ഓഫ് കരിക്കുലം, മെത്തേഡ് ഓഫ് ടീച്ചിങ്, ഫ്രെയിമിംഗ് ദി ടൈം ടേബിൾ, റിക്രൂട്ടിംഗ് ടീച്ചേഴ്സ്, മെഷറിംഗ് ദ അച്ചീവ്മെന്റ്സ് ഓഫ് ദി പീപ്പിൾ, ഗൈഡൻസ് പ്രോഗ്രാം. ഇനി ഡീമെറിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ലെങ്തി ആൻഡ് ടൈം കൺസ്യൂമിംഗ് ആണ്, എക്സ്പെൻസീവ് ആണ്, ഡിഫിക്കൽട്ടി ഇൻ കൺട്രോളിംഗ് വേരിയബിൾസ് ആണ്, പ്രോബ്ലംസ് ഓഫ് മെഷറിംഗ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആൻഡ് ആർട്ടിഫിഷ്യാലിറ്റി, ഗൾഫ് ബിറ്റ്വീൻ ലബോറട്ടറി ആൻഡ് ലൈഫ്. മർഫി എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്ത് പറയുന്നു, എക്സ്പെരിമെന്റൽ മെത്തേഡിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നോക്കാം. ദ റെസ്ട്രിക്ഷൻസ് ഓഫ് ടൈം, പ്ലേസ് ആൻഡ് ലബോറട്ടറി ആർ എ ഗ്രേറ്റ് ഓബ്സ്റ്റക്കിൾസ് ഇൻ ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്, മർഫി എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്പെരിമെന്റൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ടത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ വന്നാലാണ് നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇപ്പോൾ യൂട്യൂബിൽ തരുന്ന ക്ലാസ്സിനേക്കാളും ഒരു 5-6 മടങ്ങ് സ്റ്റാൻഡേർഡായിട്ടായിരിക്കും നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരിക. അപ്പോൾ അടുത്ത വട്ടം KTET എക്സാം വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് അടുത്ത വട്ടം നിങ്ങളെ വിജയിപ്പിക്കാനായിട്ടുള്ള എല്ലാവിധ വഴികളും നമ്മൾ സ്വീകരിക്കുന്നതായിരിക്കും. വിജയിപ്പിച്ച് തന്നെ നിങ്ങൾ വിടും. അത് CTET എക്സാം ആയിരിക്കും കുഴപ്പമില്ല, KTET ആയിരിക്കും കുഴപ്പമില്ല, ഏത് എക്സാം ആണെന്നുണ്ടെങ്കിലും ജനറൽ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഏത് പോർഷനാണ് എന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കും. മാത്തമാറ്റിക്സ് ഓൺലൈൻ ക്ലാസ്സുകൾ നന്നായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്തമാറ്റിക്സ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ് നമ്മൾ KTET കാറ്റഗറി 3 നടത്തുന്നുണ്ട്. പിന്നെ കാറ്റഗറി 1, കാറ്റഗറി 2 ജനറൽ ക്ലാസ്സുകളും നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഇഷ്ടമായവർ ഇഷ്ടമായതിൻ്റെ റീസൺ പറയുകയാണെങ്കിൽ സന്തോഷം, ഡിസ്ലൈക്ക് അടിക്കുന്നവർ അതിൻ്റെ റീസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എക്സ്പെരിമെൻ്റൽ സൈക്കോളജി എന്ന് പറയുന്ന പോർഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിലൊരു പോർഷനിലും ബാക്കിയുണ്ട് സർവേ മെത്തേഡ് അല്ലെങ്കിൽ ക്ലിനിക്കൽ മെത്തേഡ്. അത് അടുത്ത ക്ലാസ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.